കഥയാരംഭിക്കുന്നത് യങ് ബാക്ക് എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പൊതുവെ ശാന്തസ്വരൂപിയായി കാണപ്പെടുന്ന ധൈര്യശാലിയായ ഒരു പെൺകുട്ടി. അവൾ പാടത്തിന് നടുവിൽ അന്ന് തനിച്ചു നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും അങ്ങോട്ടേക്ക് ഒരു ക്യാൻവാസ് ബാഗുമായി ഒരു പട്ടാളക്കാരൻ കടന്നു വന്നു. യുദ്ധമുന്നണിയിൽ നിന്നും മടങ്ങി വന്ന ഒരു സൈനികനായിരുന്നു അയാൾ. തുന്നലിനും മറ്റുമായുള്ള വസ്ത്രങ്ങൾ നൽകാനാണ് അയാൾ എത്തിച്ചേർന്നത്. അതും വാങ്ങി അവൾ അവരുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയ ഉടൻ തന്നെ തന്റെ അടുത്ത് പോയിരുന്ന് അവൾ ജോലിയിൽ മുഴുകി. യങ് ബാക്ക് തന്റെ ജോലിയിൽ വളരെയധികം മികവുള്ളവളായിരുന്നു. മറ്റുള്ളവരെയൊക്കെ നാണിപ്പിക്കുന്ന വേഗതയിൽ തുന്നലുകൾ പിഴയ്ക്കാതെ അവളുടെ കൈകൾ ഒരു മിന്നായം പോലെ ചലിച്ചുകൊണ്ടിരുന്നു. അവളുടെ ജോലി അത്രമേൽ സൂക്ഷ്മതയേറിയതുമായിരുന്നു. മറ്റു തുന്നൽക്കാരേക്കാൾ വളരെ വേഗത്തിൽ അവൾ പണി പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവളുടെ സഹപ്രവർത്തകയായ ക്യോങ്ജിയയ്ക്ക് അവളോട് ചെറിയ അസൂയയും കുശുമ്പുമൊക്കെയുണ്ട്. യങ് ബാക്കിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചതിനാൽ അവളിപ്പോൾ ഏറ്റവും സന്തോഷവതിയായിട്ടായിരിക്കും ജീവിക്കുന്നത് എന്ന് ക്യോങ്ജ പറഞ്ഞു. കൂട്ടത്തിൽ അവൾ മറ്റൊരു കാര്യവും എടുത്തു പറഞ്ഞു. നിന്റെ ഭർത്താവ് എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ മുഴുവൻ സ്വത്തും നിനക്ക് കിട്ടില്ലേ? ഓ, പിന്നെ അവളുടെ ഒരു ഗൗരവം. എപ്പോഴും അവള് ഗൗരവത്തിലായിരിക്കുള്ളൂ. ഒരിക്കൽ പോലും ചിരിക്ക പോലുമില്ല. സന്തോഷത്തിൽ ജീവിക്കുന്നവളല്ലേ അവൾ. ക്യോങ്ജ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ജോലി സ്ഥലത്തിലെ മേധാവി ഇതൊക്കെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. ക്യോങ്ജയുടെ വാക്കുകൾ പരിധി കടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവളോട് വായടയ്ക്കാൻ മേധാവി എടുത്തു പറഞ്ഞു. അപ്പോഴായിരുന്നു ക്യോങ്ജ സംസാരം നിർത്തിയത്. ആ ഒരു സമയത്താണ് യങ് ബാക്കിന്റെ ദാരുണമായ ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ജാപ്പനീസ് അധിനിവേശ കാലത്ത് അവളുടെ സഹോദരനെ നിർബന്ധിത പട്ടാള ജോലിക്കായി അധികൃതർ പിടിച്ചുകൊണ്ടുപോയി. യങ് ബാക്കിനെയും കംഫർട്ട് വുമണാക്കി അയക്കാൻ സാധ്യതയുണ്ട് എന്നൊരു പശ്ചാത്തലം ഉടലെടുത്തു. അത് വല്ലാത്തൊരു ഭീകരമായ വിധിയാണ്. അതിൽ നിന്ന് അവളെ രക്ഷിക്കാൻ അവളുടെ മാതാപിതാക്കൾ 14-ാം വയസ്സിൽ അവളുടെ വിവാഹം നടത്തി. തിടുക്കത്തിൽ നടന്ന ആ വിവാഹത്തിൽ അവൾ അവളുടെ ഭർത്താവിനെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. വിവാഹ സമയത്ത് അയാൾ ജപ്പാനിൽ പഠിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെപ്പറ്റി ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല. കുറെയൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ അവളുടെ മാതാപിതാക്കളും ഭർത്താവിന്റെ മാതാപിതാക്കളും ഓരോരുത്തരായി മരണപ്പെട്ടു. ആ ശവസംസ്കാര ചടങ്ങുകളെല്ലാം യങ് ബാക്കിന് തനിയെ നിന്ന് കൈകാര്യം ചെയ്യേണ്ടി വന്നു. അവരുടെ അവസാന കാലത്തൊക്കെ അവരെ നോക്കിയതും യങ് ബാക്ക് ഒറ്റയ്ക്കായിരുന്നു. അവളിപ്പോൾ പൂർണ്ണമായും ഒറ്റയ്ക്കാണ്. ഒരു അനാഥയെപ്പോലെ. 5 വർഷമായി കണ്ടിട്ടില്ലാത്ത എന്നാൽ അവൾ കാത്തിരിക്കുന്ന അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ എന്നെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടാം എന്നതാണ് അവളുടെ ഏക പ്രതീക്ഷ. അവൾ ആരോടും ചിരിക്കാത്തതിന് പിന്നിലെ യഥാർത്ഥ കാരണവും അതുതന്നെയായിരുന്നു. അവൾ ഒരു ദേഷ്യക്കാരിയോ മോശം സ്വഭാവക്കാരിയോ ഒന്നുമല്ലായിരുന്നു. ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത അത്രമേൽ വേദന, സങ്കടം അവൾ ഉള്ളിലൊതുക്കി ജീവിക്കുകയായിരുന്നു. ആ വർഷങ്ങളിലെല്ലാം ഒരുതരം അനിശ്ചിതാവസ്ഥയിൽ കഴിഞ്ഞുകൂടിയ ശേഷം യങ് ബാങ് തന്റെ ജീവിതത്തിൽ കാണാതായ ഭർത്താവിന്റെ പഴയൊരു ഫോട്ടോയിലേക്ക് നോക്കി. യഥാർത്ഥ ജീവിതത്തിൽ അയാളിപ്പോൾ എങ്ങനെയുണ്ടാകും എന്നവൾക്കൊരു രൂപവുമില്ലായിരുന്നു. പക്ഷേ അന്ന് രാത്രി അവളെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ഭർത്താവായ സിയോറിം അവരുടെ വീട്ടിലേക്ക് വന്നു. ഗർഭിണിയായ സാച്ചിക്കോ എന്ന ജാപ്പനീസ് യുവതിയും അയാളുടെ കൂടെയുണ്ടായിരുന്നു. സാച്ചിക്കോ സിയോറിമിന്റെ ഭാര്യയോ കാമുകിയോ ആണെന്ന് വ്യക്തം. യങ് ബാക്ക് ആകെ തകർന്നുപോയി. ആ അപമാനവും വേദനയും അവൾക്കത്രമേൽ വിവരണാതീതമായിരുന്നു. ഒന്നും മിണ്ടാതെ അവൾ സിയോറിമിന്റെ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. തന്റെ തകർന്ന ഹൃദയം മറച്ചുവെക്കാൻ എല്ലാം സാധാരണമായ രീതിയിലാണ് മുമ്പോട്ടേക്ക് പോകുന്നത് എന്ന് വരുത്തി തീർക്കാൻ അവൾ ജോലിയിൽ മുഴുകി. പക്ഷേ അവൾക്കവളുടെ സങ്കടം ഒരു പരിധിക്കപ്പുറം അടക്കിപ്പിടിക്കാൻ സാധിച്ചതേയില്ല. അറിയാതെ അവളുടെ ചുണ്ടുകളിൽ നിന്ന് ഒരു ചെറിയ വാക്ക് വീണു. അവൾ അയാളെ തന്റെ ഭർത്താവെന്ന് വിളിച്ചുപോയി. മുറിയിലാകെ ആ നിമിഷം നിശബ്ദത പടർന്നു. സിയോറിമിന് അവരുടെ വിവാഹത്തെപ്പറ്റി നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ അയാളിൽ നിന്ന് വന്ന തിരിച്ചുള്ള പെരുമാറ്റം ഒരു നല്ല സൂചനയേ അല്ലായിരുന്നു. അവളെ കെട്ടിപ്പിടിക്കുന്നതിന് പകരം വീട്ടുകാർ നിശ്ചയിച്ച് നടപ്പാക്കിയ ആ വിവാഹം തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നയാൾ ആ നിമിഷം യങ് ബാക്കിനോട് പറഞ്ഞു. അവളെ തന്റെ കൂടെ നിർത്താൻ തനിക്ക് താല്പര്യമില്ലെന്നും വീട്ടിൽ നിന്ന് പോവാൻ തയ്യാറായിക്കോളൂ എന്നും അയാൾ കൽപ്പിച്ചു. ആ തിരസ്കരണത്തിന്റെയും വാക്കുകളുടെയും ഭാരം താങ്ങാൻ യങ് ബാക്കിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. കടുത്ത അവജ്ഞ നിറഞ്ഞ ശബ്ദത്തിൽ തന്റെ ഹൃദയത്തിന്റെ മുഴുവൻ വേദനയും രോഷവും അവൾ പുറത്തെടുത്തു. ആ അന്തരീക്ഷം അവളെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. വർഷങ്ങളോളം ഈ വീട് പൊളിഞ്ഞു വീഴാതെ പരിചരിച്ചു നോക്കിയതും അയാളുടെ മാതാപിതാക്കളെ മരണം വരെ സ്വന്തം മാതാപിതാക്കളെ പോലെ നോക്കിയതും താനായിരുന്നു എന്നവൾ തുറന്നടിച്ചു. ഈ വീടിന്റെ അവകാശി ഞാനാണെന്നും അവിടെ നിന്നിപ്പോൾ തന്നെ ഇറക്കിവിടുന്നത് തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നും അവൾ തറപ്പിച്ചു പറഞ്ഞു. അതോടെ സിയോറിം നിശബ്ദനായി.
അടുത്ത ദിവസം രാവിലെ യങ് ബാക്ക് നേരെ ഭർത്താവിന്റെ മുറിയിലേക്ക് എത്തി. ഒന്നും മിണ്ടാതെ തന്റെ കൂടെ വരാൻ അയാളുടെ പുതിയ ഭാര്യയോട് യങ് ബാക്ക് ആംഗ്യം കാണിച്ചു. സാച്ചിക്കോ എന്ന ആ സ്ത്രീ വളരെ ചെറിയ ശരീരപ്രകൃതിയുള്ളവളും കണ്ടാൽ തന്നെ ഒരു പാവമാണെന്ന് തോന്നുന്നവളുമാണ്. ജപ്പാനിൽ ജനിച്ചു വളർന്ന അവൾക്ക് അവിടുത്തെ രീതികളൊന്നും തീരെ വശമില്ലായിരുന്നു. യങ് ബാക്ക് അവളെ പാടത്തേക്ക് കൊണ്ടുപോയി. കത്തുന്ന വെയിലിൽ മുളക് പറിക്കുന്നത് അത്ര എളുപ്പമുള്ളൊരു പണിയേ അല്ലായിരുന്നു. യങ് ബാക്ക് പതിവ് പോലെ മൗനം പാലിച്ചെങ്കിലും പാടത്തുണ്ടായിരുന്ന മറ്റ് സ്ത്രീകൾക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന സാച്ചിക്കോ എന്ന ആ സ്ത്രീയെ കണ്ട് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. തലേ ദിവസം യങ് ബാക്കിനെ പരിഹസിച്ച ക്യോങ്ജ പോലും ഇപ്പോൾ അവളുടെ പക്ഷത്തായി നിന്നു. സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുമായി വന്ന സിയോറിം ഒരു മോശം മനുഷ്യനാണെന്ന് അവളങ്ങ് പറയാൻ തുടങ്ങി. പാവം യങ് ബാക്കിന് ആ ജാപ്പനീസ് സ്ത്രീയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ക്യോങ്ജക്ക് അറിയാമായിരുന്നു. അവൾ പുറത്താക്കപ്പെടുമോ എന്നൊരു തോന്നൽ ക്യോങ്ജക്കുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു വണ്ട് അവളുടെ കയ്യിലിരുന്നപ്പോ സാച്ചിക്കോ പേടിച്ചങ്ങ് കരയാൻ തുടങ്ങി. അതും ജാപ്പനീസ് ഭാഷയിൽ. യങ് ബാക്ക് അങ്ങോട്ടേക്ക് വന്ന് അവളുടെ മേൽ വെള്ളം തളിച്ചു. കൊറിയൻ ഭാഷയിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. സാച്ചിക്കോക്ക് കൊറിയൻ വശമുണ്ട് എന്ന കാര്യത്തിൽ അവൾക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അന്നവിടുത്തെ ജോലികൾ കഴിഞ്ഞപ്പോൾ യങ് ബാക്ക് ഒരു വർക്ക്ഷോപ്പ് ഉടമയായ ഒരു തുണിക്കച്ചവടക്കാരനെ കാണാൻ പോയി. കൂടുതൽ പണം സമ്പാദിക്കാൻ കുറച്ചധികം തുന്നൽ ജോലി ചോദിക്കാനായിരുന്നു അത്. പക്ഷെ അയാൾക്ക് നല്ലൊരു മറുപടിയല്ലായിരുന്നു അവൾക്ക് നൽകാനുണ്ടായിരുന്നത്. അവൾ സമ്പാദിക്കുന്ന പണം മുഴുവൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്റെ ഭർത്താവിന്റെ മൂത്ത ഭാര്യയായ ആ ജാപ്പനീസ് സ്ത്രീ കൈകളിലാക്കും എന്ന് പറഞ്ഞ അയാൾ പണം നൽകാൻ വിസമ്മതിച്ചു. ഒടുവിൽ കിട്ടിയ പണവും വാങ്ങി ജോലിയും ഏറ്റെടുത്ത് അവൾക്ക് അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. തിരികെ നടക്കുമ്പോൾ അവൾ താൻ സമ്പാദിച്ച തുച്ഛമായ പണം എണ്ണി നോക്കി. ഇതിനിടയിൽ കച്ചവടക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്കോടി വന്നു. ആ വാക്കുകൾ വലിയൊരു ഭാരം പോലെ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. തന്റെ കഠിനാധ്വാനവും വേദനയുമൊക്കെ മറ്റൊരാൾക്ക് വേണ്ടിയാകുമല്ലോ എന്നതോർത്തപ്പോൾ യങ് ബാക്കിന് നല്ല ദേഷ്യം തന്നെ വന്നു. അവള് സാച്ചിക്കോക്കടുക്കൽ പൊട്ടിത്തെറിച്ചു. ഉള്ളിലൊതുക്കി വെച്ചിരുന്ന എല്ലാ നിരാശയും ദേഷ്യവും അവളിൽ നിന്ന് പുറത്തു ചാടി. ജാപ്പനീസ് വംശജരൊക്കെ ഒരുപോലെയാണെന്നും ദുഷ്ടന്മാരാണെന്നും അവൾ അലറി വിളിച്ചു. തന്റെ ജീവിതം തകർത്തതും സഹോദരനെയും ഭർത്താവിനെയും തട്ടിയെടുത്തതും ഒക്കെ ജാപ്പനീസുകാരാണ് എന്നവൾ ദേഷ്യത്തിൽ സാച്ചിക്കോയോട് പറഞ്ഞുകൊണ്ടിരുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും നീചന്മാരാണെന്ന് അവളങ്ങ് വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ കേട്ട് സാച്ചിക്കോക്ക് സങ്കടം വന്നിരുന്നു. പാവം സാച്ചിക്കോ സിയോറിമിന്റെ അടുത്തെത്തി അതെല്ലാം പറഞ്ഞുകൊണ്ട് കരഞ്ഞു. യങ് ബാക്ക് തന്നെ അധിക്ഷേപിച്ചുവെന്ന് അവൾ പരാതിപ്പെട്ടു. വീട്ടിലാകമാനം ഒരു തണുത്ത നിശബ്ദത പടർന്നു നിന്നു. വൈകാതെ ഭക്ഷണവും തയ്യാറാക്കി യങ് ബാക്ക് അവിടെ എത്തി. തനിക്കും സാച്ചിക്കോക്കും പ്രത്യേകം ചെറിയൊരു ടേബിൾ ഭക്ഷണം കഴിക്കാൻ അവൾ ഒരുക്കിയിട്ടിരുന്നു. സിയോറിമിന്റെ ടേബിളിലിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ അവർ തയ്യാറായില്ല. അതാണ് പാരമ്പര്യം. പക്ഷേ വേറിട്ട ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാച്ചിക്കോ ഒരുക്കമായിരുന്നില്ല. തന്റെ ചോറ്റുകിണ്ണമെടുത്ത് ഭർത്താവിനൊപ്പം ഇരുന്ന് കഴിക്കാൻ വേണ്ടി അവൾ അങ്ങോട്ടേക്കെത്തി. ഭർത്താവിന്റെ അടുത്തിരുന്ന് കഴിക്കാൻ തുടങ്ങി. യങ് ബാക്കിന്റെ പ്രവൃത്തിക്ക് വലിയ വിലയൊന്നും നൽകാതെ പുച്ഛത്തോടെ നോക്കിയ സാച്ചിക്കോയുടെ ആ പ്രവൃത്തി അവൾക്ക് തീർത്തും അംഗീകരിക്കാൻ പറ്റിയില്ല. യങ് ബാക്ക് ഉടൻ തന്നെ സാച്ചിക്കോയുടെ കിണ്ണം തിരികെ തങ്ങളുടെ ടേബിളിൽ കൊണ്ടുവച്ചു. ആരും സിയോറിമിന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നവൾ എടുത്ത് വീണ്ടും പറഞ്ഞു. അക്കാര്യത്തിൽ അവൾ നിർബന്ധം പിടിച്ചു. വീട്ടിലാകെ 2 മുറിയേ ഉള്ളൂ, അതും അടുത്തടുത്ത്. അതുകൊണ്ട് അന്ന് രാത്രി യങ് ബാക്ക് പുറത്തു കിടക്കാൻ തീരുമാനിച്ചു. സാച്ചിക്കോക്കും സിയോറിമിനും സ്വകാര്യത നൽകാൻ വേണ്ടിയായിരുന്നു അത്. അവര് രാത്രി ചിലവഴിക്കുമ്പോ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ യങ് ബാക്ക് ആഗ്രഹിച്ചിരുന്നില്ല. അല്പസമയത്തിനു ശേഷം സിയോറിം പുറത്തേക്കിറങ്ങി വന്നു. യങ് ബാക്കിനോട് അകത്ത് വന്ന് കിടക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ യങ് ബാക്ക് അതിന് വഴങ്ങിയില്ല. സാച്ചിക്കോയുള്ള ആ വീടിന്റെ മേൽക്കൂരയ്ക്ക് താഴെ അയാൾക്കൊപ്പം താൻ കിടക്കില്ല എന്നവൾ ഉറപ്പിച്ചു പറഞ്ഞു. അയാൾ അവളെ നിർബന്ധിച്ചെങ്കിലും യങ് ബാക്ക് യാതൊരു ഭാവമാറ്റവുമില്ലാതെ തുടരുകയായിരുന്നു ചെയ്തത്. ഒടുവിൽ സിയോറിം അവളെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചു. ഇതിനിടയിൽ സിയോറിം കാലുവഴുതി നേരെ താഴേക്ക് വീഴാൻ പോയി. യങ് ബാക്കിന്റെ മുകളിലേക്കായിരുന്നു അയാൾ വീണത്. അങ്ങനെ നിന്നപ്പോൾ തന്റെ ഭാര്യ എത്ര സുന്ദരിയാണെന്ന് സിയോറിം നോക്കിക്കണ്ടു. പെട്ടെന്ന് അയാളിൽ വലിയൊരു കുറ്റബോധമുണ്ടായി. താൻ അവളോട് ചെയ്തതൊരു തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ അയാളിൽ നിറഞ്ഞു. തന്റെ മാതാപിതാക്കളെ മരണം വരെ പരിപാലിച്ചതിന് ഒരിക്കൽ പോലും അവളോട് നന്ദി പറയാത്തതിൽ അയാൾ അന്ന് ക്ഷമ ചോദിച്ചു. ആ നിമിഷം അയാൾ അവളോട് പറഞ്ഞു, ഞാൻ നിന്നെ എന്റെ ഭാര്യയായി പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു. നമുക്കൊന്നിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാം. സിയോറിമിന്റെ ആ വാക്കുകളും അയാളുടെ ആ സംസാരവും അയാളുടെ ആ മാറ്റവും യങ് ബാക്കിനെ വല്ലാതെ സ്വാധീനിച്ചു. അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു.
അടുത്ത ദിവസം രാവിലെ യങ്ബാക്ക് തന്റെ ആ സന്തോഷം ക്യോങ്ജിയുമായി പങ്കിട്ടു. തലേ ദിവസം രാത്രി അദ്ദേഹം അടുത്തു വന്നപ്പോ തന്റെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു എന്നവൾ പറഞ്ഞു. ഇതിനെയാണ് സ്നേഹം, പ്രണയമെന്നൊക്കെ പറയുന്നത്, അതിന്റെ അടയാളമാണിത് എന്നായിരുന്നു ക്യോങ്ജയുടെ മറുപടി. ഇതൊക്കെ കേട്ട് സാച്ചിക്കോ അവിടെ മുറ്റത്ത് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഒന്നും പറഞ്ഞതേയില്ല. അന്നുച്ചയ്ക്ക് മഴ പെയ്തപ്പോ തന്റെ ചിന്തകളിൽ മുഴുകിയിരുന്ന യങ്ബാക്ക് അത് ശ്രദ്ധിച്ചേയില്ല. മഴയത്ത് നിന്ന് തുണികൾ എടുക്കാൻ വേണ്ടി അവൾ വേഗം പുറത്തേക്കിറങ്ങാൻ പോയി. അപ്പോഴാണ് സിയോറമിന്റെ ഷൂസ് അവൾ കണ്ടത്. അവളുടൻ നനവ് പറ്റിയിരുന്ന അതെടുത്ത് പെട്ടെന്ന് വൃത്തിയാക്കി. പക്ഷേ സാച്ചിക്കോയുടെ ഷൂസ് അവിടെ ഇരിക്കുന്ന കണ്ട് അവളത് മനഃപൂർവ്വം മഴയിൽ നനയാനിട്ടു. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭാര്യയ്ക്ക് മറ്റേ ഭാര്യയോട് പൊസസീവ്നെസ്സും കുശുമ്പും ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. വൈകാതെ ഇരുവരും തമ്മിലുള്ള മത്സരമങ്ങ് മുറുകാൻ തുടങ്ങി. സിയോറിമിന്റെ പ്രിയപ്പെട്ട ഭാര്യയാവാനുള്ള ശ്രമങ്ങളായിരുന്നു നടന്നത്. അത് മനസ്സിലാക്കിയ സിയോറിം അവർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രണ്ടുപേരെയും ഒന്നിച്ച് എഴുതാനും വായിക്കാനും പഠിപ്പിക്കാൻ ശ്രമിച്ചു. കൊറിയൻ ഭാഷ എഴുതാനും വായിക്കാനുമായിരുന്നു സിയോറിം പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇരുവരും ഒന്നിച്ചിരിക്കാൻ തയ്യാറായില്ല. തനിക്ക് ഒരുപാട് ജോലിയുണ്ടെന്ന് യങ്ബാക്ക് പറഞ്ഞു. യങ്ബാക്കിനെ പോലെ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾക്ക് ഇവിടെ കഴിയാമെങ്കിൽ തനിക്കും കഴിയാമെന്ന് സാച്ചിക്കോ പരിഹസിച്ചു. അത് കേട്ട് യങ്ബാക്കിന് ദേഷ്യം വന്നു. അവര് തമ്മിലുള്ള ഈ കുശുമ്പും തന്റെ മേലുള്ള പൊസസീവ്നെസ്സും ഒക്കെ കണ്ട് സിയോറിമിന് ചിരി വന്നിരുന്നു. ചിരിയടക്കാൻ സിയോറിം കുറച്ച് കഷ്ടപ്പെട്ടു. യങ്ബാക്ക് അത് ശ്രദ്ധിച്ചു. വെറുതെ പ്രശ്നമുണ്ടാവാതിരിക്കാൻ ആ അന്തരീക്ഷം ഒന്ന് ശാന്തമാക്കാൻ സാച്ചിക്കോ എല്ലാം ഒന്ന് നിയന്ത്രിച്ചു നിർത്തി. പിന്നാലെ സാച്ചിക്കോ തന്റെ പേരിന്റെ അർത്ഥം വിശദീകരിച്ചു. യങ്ബാക്കിന്റെ പേരുമായി ചേർത്ത് ഹാങ് ബാക്ക് എന്നൊരു പേര് അവൾ ഉണ്ടാക്കി കാണിച്ചു. സന്തോഷമെന്നാണ് അതിനർത്ഥമെന്നും നമ്മൾ തമ്മിൽ യോജിച്ചു പോവണമെന്നും സാച്ചിക്കോ അന്ന് യങ്ബാക്കിനോട് പറഞ്ഞു. അന്ന് രാത്രി സിയോറിം നിർത്താതെ ചുമക്കുന്നത് കേട്ട് യങ്ബാക്ക് ഉണർന്നു. അവൾ ഉടൻ തന്നെ ചെന്ന് സിയോറിമിനെ നോക്കി. സിയോറിം നിർത്താതെ ചുമക്കുകയാണ്. എന്തെങ്കിലും കുടിക്കാൻ അവൾ പറഞ്ഞു. അദ്ദേഹത്തെ പരിപാലിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അടുത്ത മുറിയിൽ നിന്ന് സാച്ചിക്കോ വരുന്നത്. അവൾ വേഗം ഒരു കർച്ചീഫ് വലിച്ചെടുത്ത് സിയോറിമിന്റെ പുറം തടവാൻ തുടങ്ങി. പെട്ടെന്ന് വലിയൊരു ചുമയോടെ സിയോറിം ആശ്വാസം കണ്ടെത്തി. യങ്ബാക്കിന് സാച്ചിക്കോയുടെ ആ പ്രവൃത്തിയും സിയോറിം ആശ്വസിച്ചതും കണ്ടപ്പോ ചെറിയൊരു പൊസസീവ്നെസ് തോന്നാതിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് അവളുടെ മുഖം മാറി. അവൾ കണ്ട കാഴ്ച അവളെ തന്റെ പാസ്റ്റിലെ വലിയൊരു ആഘാതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ ഭർത്താവ് സിയോറിം ചുമച്ചപ്പോൾ ചേർത്ത് പിടിച്ച തൂവാലയിൽ രക്തത്തിന്റെ അംശം. രക്തം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലേക്കും തെറിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ വസ്ത്രവും മറ്റും ഊരിവാങ്ങി അവൾ പുറത്തു കൊണ്ടുപോയി ചോര ഉരച്ചു കഴുകാൻ തുടങ്ങി. വല്ലാത്തൊരു വേദനയിൽ പരിഭ്രാന്തിയിലാണ് അവൾ അത് കഴുകുന്നത്. സാച്ചിക്കോ വന്ന് അത് നിർത്താൻ അവളോട് ആവശ്യപ്പെട്ടു. ആ രക്തക്കറകൾ പോവില്ലെന്നും പലതവണ മുമ്പ് താൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ളതാണ് എന്നും സാച്ചിക്കോ പറഞ്ഞെങ്കിലും യങ്ബാക്ക് അതൊന്നും ചെവികൊണ്ടില്ല. യങ്ബാക്ക് സാച്ചിക്കോയോട് ദേഷ്യപ്പെട്ടു. എങ്ങനെയെങ്കിലും ആ രക്തക്കറ വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റും എന്ന വിശ്വാസമായിരുന്നു അവളുടേത്. അവളിതൊക്കെ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും സിയോറിം പിന്നിൽ നിൽക്കുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല. സിയോറിം പറഞ്ഞു, 6 വർഷം മുമ്പുള്ള പഴയ എന്റെ ജീവിതത്തിലേക്ക് മടങ്ങാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. സിയോറിം പിന്നാലെ തന്റെ രോഗാവസ്ഥയെപ്പറ്റി വ്യക്തമാക്കി. ജപ്പാനിൽ വെച്ച് ഒരു കൊറിയക്കാരനായതുകൊണ്ടും കൊറിയൻ ഭാഷ പഠിച്ചതിന്റെ പേരിലും സിയോറിം ജയിലിലടയ്ക്കപ്പെട്ടു. പ്രത്യേകിച്ചും യുദ്ധകാലഘട്ടമായിരുന്നു അത്. അവിടെ വെച്ചാണ് അവന് ക്ഷയരോഗം പിടിപ്പെടുന്നത്. ഇപ്പോൾ അത് മൂർച്ഛിച്ച് അവന്റെ അവസാന നാളുകളിലാണ് സിയോറിം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം സാച്ചിക്കോ നോക്കുമ്പോൾ എങ്ങനെയൊക്കെയോ യങ്ബാക്ക് രക്തക്കറ പിടിച്ച് ആ വസ്ത്രങ്ങൾ വൃത്തിയാക്കി അത് ഉണക്കാനിട്ടിരിക്കുന്നു. സാച്ചിക്കോ അതെടുത്ത് കയ്യിൽ പിടിച്ചു നിൽക്കെ അത് കണ്ട് അങ്ങോട്ടേക്ക് യങ്ബാക്ക് വന്നു. അവൾ എന്തുകൊണ്ടോ ദേഷ്യത്തിലായിരുന്നു. താൻ അലക്കി വിരിച്ചിട്ട് വസ്ത്രമെടുത്തതിന് ദേഷ്യപ്പെട്ട അവൾ സാച്ചിക്കോയെ തല്ലി. ദേഷ്യത്തിൽ വിറച്ചു നിന്നിയവൾ സാച്ചിക്കോയോടായി പറഞ്ഞു, ജാപ്പനീസ് വംശജരൊക്കെ ക്രൂരന്മാരാണ്. എന്റെ ഭർത്താവിനെ രോഗിയാക്കിയത് നിങ്ങളുടെ ആൾക്കാരാണ്. നീ അദ്ദേഹത്തിന്റെ വെറുമൊരു വെപ്പാട്ടിയാണ്. ഞാനാണ് യഥാർത്ഥ ഭാര്യ. സാച്ചിക്കോ ഉടൻ തന്നെ അത് അങ്ങനല്ലെന്ന് പറഞ്ഞു. താനൊരു വെപ്പാട്ടിയല്ലെന്നും താനും അവളെപ്പോലെ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ജീവിതത്തോട് പോരടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൾ വ്യക്തമാക്കി. നമ്മൾ രണ്ടാളും ഒരേ ബോട്ടിലെ യാത്രക്കാരാണ് എന്നവൾ പറഞ്ഞപ്പോ യങ്ബാക്ക് പെട്ടെന്ന് നിശബ്ദയായി. പിന്നീട് താൻ സാച്ചിക്കോയോട് അങ്ങനെ ക്രൂരമായി പെരുമാറിയതിൽ യങ്ബാക്കിന് വല്ലാത്ത കുറ്റബോധം തോന്നി. പിന്നീട് സിയോറിം പുറത്തുനിന്ന് അവളെ വിളിക്കുന്നത് യങ്ബാക്ക് കേട്ടു. അവൾ ചെന്ന് നോക്കിയപ്പോ അദ്ദേഹം അവൾക്കായി ഒരു സൈക്കിൾ വാങ്ങി വന്നിരിക്കുകയായിരുന്നു. അവൾ അത് ഓടിക്കാൻ പഠിക്കണം എന്ന് അദ്ദേഹം നിർബന്ധിച്ചു പറഞ്ഞു. അന്ന് വൈകുന്നേരം സാച്ചിക്കോ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്ന് യങ്ബാക്ക് തിരിച്ചറിഞ്ഞു. വല്ലാത്തൊരു ഭയത്തോടെ അവൾ വീടിന്റെ പുറത്തേക്കൂടി സാച്ചിക്കോയുടെ പേര് വിളിച്ച് അവളെ തിരയാൻ തുടങ്ങി. ഒടുവിൽ ആറ്റിനരികിൽ വെച്ച് അവൾ സാച്ചിക്കോയെ കണ്ടെത്തി. അവിടെ പോയിരുന്ന സാച്ചിക്കോ കാലുതെറ്റി വീണ് പരിക്കേറ്റിരിക്കുകയായിരുന്നു. അവൾക്ക് എഴുന്നേക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തൊട്ടുമുമ്പ് നടന്ന കടുത്ത വഴക്കുകൾക്കിടയിലും
അങ്ങോട്ടേക്കെത്തിയ യങ്ബാക്കിന്റെ ഉള്ളിൽ ആദ്യം തോന്നിയത് അവളോടുള്ള കരുതലായിരുന്നു. സാച്ചിക്കോയെയും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും കുറിച്ചോർത്ത് അവൾ വല്ലാതെ ആകുലപ്പെട്ടു. യങ്ബാക്കിന്റെ മുഖത്തെ ഉത്കണ്ഠ കണ്ടപ്പോ സാച്ചിക്കോക്ക് കാര്യം മനസ്സിലായി. സാച്ചിക്കോ യങ്ബാക്കിന്റെ കൈയെടുത്ത് അവളുടെ വീർത്ത വയറിൽ വെച്ചു. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്നും കുഞ്ഞിപ്പോഴും ചവിട്ടുന്നുണ്ടെന്നും സാച്ചിക്കോ യങ്ബാക്കിനോട് പറഞ്ഞു. ആ ഒരു നിമിഷത്തിൽ നീണ്ട 5 വർഷത്തിന് ശേഷം യങ്ബാക്കിന്റെ മുഖത്ത് ആത്മാർത്ഥമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അവർ അവിടെ വെച്ച് വീണ്ടും ചെറിയ രീതിയിൽ വഴക്കുണ്ടാക്കി തർക്കിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇത്തവണ അത് വ്യത്യസ്തമായിരുന്നു. അത് സ്നേഹം നിറഞ്ഞ വഴക്കായിരുന്നു. ആ വഴക്കാകട്ടെ അവരുടെ അപ്രതീക്ഷിത സൗഹൃദത്തിന്റെ തുടക്കവുമായിരുന്നു. യങ്ബാക്ക് അവളെ എഴുന്നേൽക്കാൻ സഹായിക്കുകയും സാച്ചിക്കോയുടെ ഷൂസ് അവൾ കിട്ടുകൊടുക്കുകയും ചെയ്തു. വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ വലിയൊരു സ്നേഹപ്രകടനമായിരുന്നു ആ പ്രവൃത്തി. തിരികെ ഒന്നിച്ചു നടക്കുമ്പോ യങ്ബാക്ക് എപ്പോഴും അണിഞ്ഞിരിക്കുന്ന ഒരു മോതിരത്തെപ്പറ്റി സാച്ചിക്കോ ചോദിച്ചു. അത് തന്റെ അമ്മ നൽകിയ കുടുംബസ്വത്താണെന്നും തന്റെ കുടുംബത്തോടൊപ്പമുള്ള നല്ല നിമിഷങ്ങളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നും യങ്ബാക്ക് മറുപടി പറഞ്ഞു. അത് കേട്ടപ്പോ സാച്ചിക്കോ തന്റെ മനസ്സ് തുറന്നു. താൻ ജനിച്ചത് എവിടെയാണെന്ന് അറിയില്ലെന്നും വളർന്നതൊരു അനാഥാലയത്തിലാണെന്നും അവൾ വ്യക്തമാക്കി. സാച്ചിക്കോ ഒരു അനാഥയാണെന്ന് അറിഞ്ഞതും യങ്ബാക്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. തങ്ങൾക്കിടയിൽ അത്രമേൽ സമാനതകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സാച്ചിക്കോ ഇതൊന്നും നേരത്തെ പറയാതിരുന്നത് എന്നവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. പക്ഷേ സാച്ചിക്കോ ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചെറിയ വഴക്കും സ്നേഹവുമായി അവർ തിരികെ വീട്ടിലേക്കെത്തി. അന്ന് രാത്രി അത്താഴ സമയത്ത് സാച്ചിക്കോയോടുള്ള തന്റെ സ്നേഹവും വാത്സല്യവുമൊക്കെ യങ്ബാക്ക് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവൾ സാച്ചിക്കോക്ക് ചായ പകർന്നു നൽകുകയും അവൾക്കായി വാങ്ങിയ പുതിയൊരു ജോഡി ഷൂസ് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. കുഞ്ഞു ജനിക്കുന്നവരെ അവളെ താൻ തന്നെ നോക്കിക്കോളാം, അവളൊന്നും ചെയ്യണ്ട എന്ന് യങ്ബാക്ക് അവളോടായി പറഞ്ഞു. അവർ രണ്ടുപേരും അങ്ങനെ സ്നേഹത്തിൽ കഴിയുന്നത് കണ്ടപ്പോ സിയോറിമിന് വലിയ സന്തോഷം തോന്നി, വലിയ ആശ്വാസം അനുഭവപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ യങ്ബാക്ക് വർക്ക്ഷോപ്പ് മേധാവിയുടെ അടുത്ത് ചെന്ന് കുറച്ച് കടൽപ്പായൽ അവരുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. ഭാഗ്യത്തിന് അവരുടെ പക്കൽ കുറച്ചുണ്ടായിരുന്നു. സാച്ചിക്കോയുടെ പ്രസവം എപ്പോഴാണ് എന്നവർ ചോദിച്ചു. അത് വൈകാതെ തന്നെ ഉണ്ടാകും, മിക്കവാറും ഈ മാസം തന്നെ ഉണ്ടാകും എന്നായിരുന്നു യങ്ബാക്കിന്റെ മറുപടി. യങ്ബാക്ക് സാച്ചിക്കോയോട് അങ്ങനെ കരുതൽ കാണിക്കുന്നതിനെ അവർ അഭിനന്ദിച്ചെങ്കിലും മറ്റുള്ളവരെ നോക്കുന്ന തിരക്കിൽ സ്വന്തം കാര്യം മറന്നുപോയേക്കരുത് എന്നവർ അവൾക്ക് ഉപദേശം കൊടുത്തു. അന്ന് തിരികെ വീട്ടിലേക്കെത്തിയ യങ്ബാക്ക് സാച്ചിക്കോയുടെ കുഞ്ഞിനായി വസ്ത്രങ്ങൾ തുന്നാൻ തുടങ്ങി. അവരുടെ ഓരോ തുന്നലിലും വല്ലാത്തൊരു കരുതൽ പ്രകടമായിരുന്നു. ആ സമയം സിയോറിം ഒരു പുസ്തകമെടുക്കാനായി മുറിയിലേക്ക് വന്നു. യങ്ബാക്കിന് അയാളോടെന്തോ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും വാക്കുകൾ പുറത്തു വന്നില്ല. അദ്ദേഹം മുറിയിൽ നിന്നിറങ്ങാൻ തുടങ്ങിയപ്പോ അവള് ധൈര്യം സംഭരിച്ച് അന്ന് രാത്രി തന്റെ മുറിയിൽ വന്നുറങ്ങാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചു. അന്ന് രാത്രി അവർ ഒരുമിച്ചായിരുന്നു കിടന്നത്. പക്ഷേ എന്നാലും ഒരു മുറിയുടെ 2 വശത്തായിട്ട് അവരാ രാത്രി ചിലവഴിച്ചു. അന്ന് സിയോറിം യങ്ബാക്കിനോട് പറഞ്ഞു, നിന്നെ ലഭിച്ചത് എന്റെ വലിയ ഭാഗ്യമാണ്. കൂട്ടത്തിൽ അവൾക്ക് വേദന നിറഞ്ഞ ഓർമ്മകൾ നൽകി താൻ പോവാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് സാച്ചിക്കോയുടെ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ അവൾ തീർച്ചയായും സൈക്കിൾ ഓടിക്കാൻ പഠിക്കണമെന്ന് അയാൾ വീണ്ടും പറഞ്ഞു. ഒരു ദിവസം അവർക്ക് വാഹനം ആവശ്യമായി വരുമെന്നും അത് വളരെ പ്രധാനമാണെന്നും അയാൾ കൂട്ടിച്ചേർത്തു. കണ്ണുകൾ നിറഞ്ഞ് യങ്ബാക്ക് തലകുലുക്കി സമ്മതിച്ചു. അവളുടെ ഹൃദയത്തിൽ അത് സിയോറിമിന്റെ തന്നോടുള്ള അവസാനത്തെ യാത്ര പറച്ചിലാണ് എന്നവൾക്ക് തോന്നി. പിറ്റേന്ന് രാവിലെ ഒരു നിലവിളി ആ പ്രഭാതത്തിന്റെ നിശബ്ദതയെ ഭേദിച്ചു. സാച്ചിക്കോ പ്രസവവേദന കൊണ്ട് പൊളയുകയായിരുന്നു. സമയമായെന്ന് യങ്ബാക്കിന് മനസ്സിലായി. അവൾ പരിഭ്രമിച്ചുകൊണ്ട് പ്രസവത്തിന് സഹായിക്കാൻ തയ്യാറായി. സിയോറിമിനോട് വിവരം പറയാൻ അവൾ അയാളുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു. അദ്ദേഹം തന്റെ കസേരയിൽ ഒട്ടും അനങ്ങാതിരിക്കുന്നത് അവൾ കണ്ടു. എഴുതുന്ന പോലായിരുന്നു ഇരുന്നിരുന്നത്. താൻ ക്യോങ്ജിയെയും ഗ്രാമത്തിലെ മറ്റ് സ്ത്രീകളെയും വിളിക്കാൻ പോവുകയാണെന്നും അതുവരെ സാച്ചിക്കോയുടെ അടുത്ത് തന്നെ ഇരിക്കണമെന്നും അവൾ അയാളോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അനങ്ങുന്നുണ്ടായിരുന്നില്ല, ശ്വസിക്കുന്നില്ല, എഴുതുന്ന പോലെ നിശ്ചലമായിട്ടിരിക്കുന്നു. 5 വർഷം അവൾ കാത്തിരുന്ന, അവൾ സ്നേഹിച്ച ആ മനുഷ്യൻ അവളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോകുന്നു. ആ ഇടനാഴികളിൽ ഒരു തണുത്ത ശൂന്യത പടർന്നു. അതൊരു നിശബ്ദമായ നിലവിളിയും തകർന്ന സ്വപ്നവും പോലെയായിരുന്നു. യങ്ബാക്ക് പൂർണ്ണമായും തകർന്നു. തലേ ദിവസം രാത്രി അനുഭവിച്ച സന്തോഷമെല്ലാം അവളുടെ ഉള്ളിൽ താങ്ങാനാവാത്ത വേദനയ്ക്ക് വഴിമാറി. സാച്ചിക്കോയും പ്രിയപ്പെട്ടവന്റെ വേർപാടിൽ വേദനിച്ചു. തങ്ങൾ തമ്മിൽ നടത്തിയ അനാവശ്യ വഴക്കുകളെക്കുറിച്ചോർത്ത് അവരുടെ ഹൃദയം കുറ്റബോധത്താൽ നിറഞ്ഞു. സാച്ചിക്കോ ഇതിനിടയിൽ തന്റെ കുഞ്ഞിന് ജന്മം കൊടുത്തിരുന്നു. പിന്നീട് സാച്ചിക്കോ തന്റെ നവജാത ശിശുവുമായി മുറിയിൽ കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് പുറത്തുനിന്നൊരു ശബ്ദം കേട്ടത്. എന്താണെന്ന് നോക്കാൻ അവൾ അങ്ങോട്ടേക്ക് ചെന്നു. നോക്കുമ്പോൾ സിയോറിമിന്റെ പുസ്തകങ്ങളും ഫോട്ടോസും ഒക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. യങ്ബാക്കായിരിക്കും അത് കത്തിച്ചത് എന്നുറപ്പായിരുന്നു. അവൾ മുറിക്കകത്തേക്ക് ഓടി
കയറി ചെന്നു. നോക്കിയപ്പോൾ സ്വന്തം ജീവനൊടുക്കാൻ ശ്രമിക്കുന്ന യങ്ബാക്കിനെയായിരുന്നു അവൾ കണ്ടത്. സാച്ചിക്കോ അവളെ തടഞ്ഞു. അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. തന്നെ വിട്ടു പോവരുതെന്നും തന്നെ വീണ്ടും അനാഥയാക്കരുത് എന്നും അവൾ പറഞ്ഞു. നമ്മൾ ഒന്നിച്ച് ആ ഒരു വിഷമാവസ്ഥയെ അതിജീവിക്കും എന്നവൾ കൂട്ടിച്ചേർത്തു. സാച്ചിക്കോ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. യങ്ബാക്കിനും സാച്ചിക്കോയുടെ സ്നേഹവും വേദനയും കണ്ടില്ലെന്ന് നടിക്കാനായില്ല. അവളും ഒരു നിമിഷത്തിനു ശേഷം പൊട്ടിക്കരയാൻ ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് പതിയെ പതിയെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ വേർപാടിലെ വേദനയിൽ നിന്നും അവർ കരകയറാൻ തുടങ്ങി. സിയോറിം പറഞ്ഞതുപോലെ സാച്ചിക്കോ യങ്ബാക്കിനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചു. യങ്ബാക്കിന് വലിയ പേടിയുണ്ടായിരുന്നെങ്കിലും സാച്ചിക്കോ അവളെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചു. താൻ ജപ്പാനിൽ വെച്ച് സൈക്കിൾ പഠിക്കാൻ ശ്രമിക്കുന്ന സമയം മറിഞ്ഞു വീണ കഥ പറഞ്ഞ് സാച്ചിക്കോ അവളെ ചിരിപ്പിച്ചു. ആ കഥയിൽ മുഴുകിയ യങ്ബാക്ക് സാച്ചിക്കോ സൈക്കിളിൽ നിന്നുള്ള പിടിവിട്ടതുപോലും മറിഞ്ഞില്ല. അവൾ തനിയെ മുമ്പോട്ട് സൈക്കിൾ ഓടിച്ചു. ഒടുവിൽ അവൾ അത് ഓടിക്കാൻ പഠിക്കുകയും ചെയ്തു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തെക്കൻ കൊറിയയും വടക്കൻ കൊറിയയും തമ്മിലുള്ള ആ ഒരു അതിർത്തിയിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഒരു യുദ്ധം ആരംഭിക്കുകയായിരുന്നു. വലിയ സ്ഫോടന ശബ്ദം വായുവിൽ മുഴങ്ങി കേട്ടു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് യങ്ബാക്കിന് തോന്നിയിരുന്നു. അന്ന് രാത്രി അതിലും വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടപ്പോ യങ്ബാക്ക് ഞെട്ടിയുണർന്നു. സാച്ചിക്കോയും ഉണർന്നിരുന്നു. അവരിരുവരും പരസ്പരം നോക്കി. അതൊരു യുദ്ധ പരിശീലനമായിരിക്കും എന്നായിരുന്നു അവർ കരുതിയത്. പക്ഷെ പെട്ടെന്ന് അവിടെ അപായ സൈറൺ മുഴങ്ങി. യങ്ബാക്ക് ജനലിലൂടെ നോക്കിയപ്പോൾ ഗ്രാമവാസികൾ പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ സാച്ചിക്കോയെയും കുട്ടിയെയും കൂട്ടി യങ്ബാക്ക് അവിടെ നിന്നിറങ്ങി അടുത്തുള്ളൊരു ഷെഡിൽ മറ്റുള്ളവർക്കൊപ്പം അഭയം പ്രാപിച്ചു. ആ ബഹളത്തിനിടയിൽ യങ്ബാക്ക് താൻ നേരത്തെ കൈക്കലാക്കിയ ഹെയർ പിൻ സാച്ചിക്കോക്ക് കൊടുത്തു. തങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചവരാണെന്നും ഇതിനെയും മറികടക്കും എന്നവർ പരസ്പരം പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് അവിടുത്തെ രംഗം തന്നെ മാറി. ശത്രുക്കളെ തിരഞ്ഞ് ഒരു കൂട്ടം സൈനികർ അങ്ങോട്ടേക്കെത്തി. സാച്ചിക്കോയുടെ കുഞ്ഞ് കരഞ്ഞത് കേട്ട് കമാൻഡർ അങ്ങോട്ടേക്ക് വന്നു. സാച്ചിക്കോ ജാപ്പനീസ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾ ശത്രുവാണെന്ന് അയാൾ അങ്ങ് ഉറപ്പിച്ചു. അയാൾ സാച്ചിക്കോയെയും കുഞ്ഞിനെയും വലിച്ചടിച്ചു കൊണ്ടുപോവാൻ ശ്രമിച്ചു. യങ്ബാക്ക് പക്ഷെ അതിൽ ഇടപെട്ടു. അവൾ ഒരു കുപ്പി കൊണ്ട് കമാൻഡറുടെ തലക്കടിച്ചു. പിന്നാലെ സാച്ചിക്കോയെയും കുഞ്ഞിനെയും കൂട്ടി അടുത്തുള്ള വനത്തിലേക്ക് ഓടി. സൈനികർ അവർക്ക് പിന്നാലെ വെടിയുതിർത്ത് പാഞ്ഞെത്തി. വെടിയുണ്ടകൾ മരങ്ങൾക്കിടയിലൂടെ അവരെ തൊട്ടില്ലെന്ന മട്ടിൽ പാഞ്ഞുപോയി. ഓടുന്നതിനിടയിൽ യങ്ബാക്ക് സാച്ചിക്കോയോട് രക്ഷപ്പെട്ടു പോവാൻ പറഞ്ഞു. താൻ സൈനികരുടെ ശ്രദ്ധ തിരിക്കാമെന്നും സാച്ചിക്കോ കുഞ്ഞിനെയും കൊണ്ടോടി ജപ്പാൻ അതിർത്തിയിലേക്ക് പ്രവേശിക്കണം, ജപ്പാനിലേക്ക് രക്ഷപ്പെടണം എന്നവൾ പറഞ്ഞു. യങ്ബാക്കിനെ തനിയെ വിട്ടുപോകില്ല എന്ന് സാച്ചിക്കോ പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കുഞ്ഞടക്കം എല്ലാവരും മരിക്കുമെന്നും യങ്ബാക്ക് അവളെ ഓർമ്മിപ്പിച്ചു. കുഞ്ഞിന്റെ ജീവൻ വലുതാണ് എന്ന് യങ്ബാക്ക് എടുത്തു പറഞ്ഞു. വലിയ വേരുള്ള മരത്തിന്റെ അടുക്കൽ കാത്തു നിൽക്കണമെന്നും താൻ അങ്ങോട്ടേക്ക് എത്തുമെന്നും യങ്ബാക്ക് അവളോട് സൂചിപ്പിച്ചു. സൂര്യാസ്തമയത്തിന് മുമ്പ് താൻ എത്തിയില്ലെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ജപ്പാനിലേക്ക് മടങ്ങണമെന്നും അവൾ കൂട്ടിച്ചേർത്തു. അവസാനമായി സാച്ചിക്കോയെ പ്രിയപ്പെട്ട അനിയത്തി എന്നൊരിക്കൽ കൂടി വിളിച്ച ശേഷം അവൾ സൈനികർക്ക് നേരെയോടി. താൻ സ്നേഹിക്കുന്ന രണ്ടുപേരെ രക്ഷിക്കാനായി അവൾ നടത്തിയ മഹത്തായ ത്യാഗമായിരുന്നു അത്. യങ്ബാക്ക് സൈനികരുടെ ശ്രദ്ധ മുഴുവൻ തന്നിലേക്ക് തിരിച്ചു. അവൾ സൈനികരാൽ വളയപ്പെട്ടു. അവൾ ഒരു ജപ്പാൻകാരിയായിരുന്നില്ല, അവരുടെ ശത്രുവുമായിരുന്നില്ല. പക്ഷേ അവൾക്ക് നേരെ തോക്കു ചൂണ്ടപ്പെട്ടത് ജാപ്പനീസ് വംശജയായ ഒരു സ്ത്രീയെ രക്ഷിക്കാൻ അവൾ ധൈര്യം കാണിച്ചു എന്നതുകൊണ്ട് മാത്രമായിരുന്നു. അധികം വൈകിയില്ല. വെടിയൊച്ചകൾ മുഴങ്ങിക്കേട്ടു. ആ ഒരു നിമിഷത്തിൽ എല്ലാം അവസാനിച്ചു. സാച്ചിക്കോയും കുഞ്ഞും യങ്ബാക്ക് പറഞ്ഞിടത്ത് സൂര്യാസ്തമയം വരെ കാത്തിരുന്നു. യങ്ബാക്കിന് തിരിച്ചുവരില്ല എന്നേറെ വേദനയോടെ സാച്ചിക്കോ തിരിച്ചറിഞ്ഞു. അവൾ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. വർഷങ്ങൾ ഏറെ പിന്നിട്ടു. അന്ന് ജപ്പാനിലേക്ക് മടങ്ങിയിരുന്ന സാച്ചിക്കോ പ്രായമേറിയപ്പോൾ അതേയിടത്തേക്കൊന്ന് തിരികെ എത്തി. അവളുടെ കൂടെ ഏറെ മുതിർന്നു കഴിഞ്ഞ അവളുടെ മകളുമുണ്ടായിരുന്നു. യങ്ബാക്ക് എന്നായിരുന്നു സാച്ചിക്കോ തന്റെ മകൾക്ക് പേരിട്ടത്. അവിടെ സാച്ചിക്കോ ചിന്തിച്ചു നിൽക്കുന്നത് കണ്ട് മകൾ യങ്ബാക്ക് സാച്ചിക്കോയുടെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ അമ്മ ആലോചിച്ചു നിൽക്കുന്നത്? അച്ഛനെ കുറിച്ചാണോ? പക്ഷേ സാച്ചിക്കോ ചിന്തിച്ചു നിന്നത് മുഴുവൻ യങ്ബാക്കിനെ കുറിച്ചായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റായ ആ സുഹൃത്തിനെ കുറിച്ച് അവൾ മകളോട് പറഞ്ഞിരുന്നേയില്ല. ആ ഓർമ്മകൾ അത്രമേൽ തീവ്രമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് യങ്ബാക്ക് തനിക്ക് നൽകിയ അവളുടെ പാരമ്പര്യ സ്വത്തായ ആ മോതിരം, ആ ഒരു ലോക്കറ്റ് സാച്ചിക്കോ താലോലിച്ചു. സുന്ദരിയായ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഓർമ്മകൾ അവളുടെ ഹൃദയത്തിൽ അപ്പോഴും ജീവനോടുണ്ടായിരുന്നു. യങ്ബാക്കിന്റെ ഒരു നിഴൽ രൂപം സാച്ചിക്കോ കൺമുമ്പിൽ കണ്ടു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. മഹത്തായ ഒരു സ്നേഹബന്ധത്തിന്റെ കഥ പറഞ്ഞ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.